യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജോർദാനിൽ നിന്ന് മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. അവൻ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് 40 ദിവസം അവിടെ കഴിഞ്ഞുകൂടി. ആ ദിവസങ്ങളിൽ അവൻ ഒന്നും ഭക്ഷിച്ചില്ല. അവസാനം അവന് വിശന്നു. വിശുദ്ധ ബൈബിളിലെ പുതിയ നിയമത്തിൽ ആദ്യത്തെ 3 സുവിശേഷകന്മാരും രേഖപ്പെടുത്തിയ മരുഭൂമിയിലെ പരീക്ഷയാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. പിതാവേ, എൻ്റെ ആത്മാവ് അങ്ങയുടെ കൂടെയായിരിക്കുന്നതിൽ സന്തോഷിക്കുന്നു. എങ്കിലും എൻ്റെ ശരീരം വിശ്രമത്തിനും ഭക്ഷണത്തിനും വേണ്ടി എന്നെ നിർബന്ധിക്കുന്നു. പ്രലോഭകന്റെ പരീക്ഷകളെ നേരിടാൻ എന്നെ സഹായിക്കണമേ. ദൈവപുത്രനെ വിശപ്പോ? നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകാൻ കൽപ്പിക്കുക. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നതെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഇവനെ ജെറുസലേമിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാം. പ്രഭു വന്നാലും പ്രഭു ഇവിടെ നിന്നാലും. ഇതാണ് ജെറുസലേം ദേവാലയത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥലം. നീ ദൈവപുത്രനാണെങ്കിൽ ഇവിടെ നിന്ന് താഴേക്ക് ചാടുക. നിന്നെ സംരക്ഷിക്കാൻ അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കുമെന്നും നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളുമെന്നും എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടി എഴുതപ്പെട്ടിരിക്കുന്നു. പ്രഭു, ആ കാണുന്ന മലയിലേക്ക് പോകാം. അഗതനായാലും പ്രഭു. കണ്ടോ ആ രാജ്യത്തെ മുന്തിരിത്തോട്ടം? ഈ രാജ്യത്തെ ധാന്യവിളകൾ, റോമായുടെ സൈന്യനിര, ഈജിപ്തിലെ കൊട്ടാരം, ഇതെല്ലാം എനിക്ക് സ്വന്തം. ഇത് എന്റേതാണ്. എനിക്ക് ഇഷ്ടമുള്ളവർക്ക് ഞാനിത് കൊടുക്കുന്നു. നീ സാഷ്ടാംഗം പ്രണമിച്ച് എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിനക്ക് ഞാൻ നൽകും. സാത്താനെ, ദൂരെ പോവുക. എന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അവനെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഗുരു, നിനക്ക് സ്വസ്തി. ഈ ലോകത്തിൽ ഭക്ഷണത്തിനും പ്രശസ്തിക്കും സ്ഥാനമാനങ്ങൾക്കും പുറകെ പായുമ്പോൾ ഓർക്കുക, നാം പിശാചിനെയാണ് പിൻചെല്ലുന്നതെന്ന്. ഈ ലോകത്തിനപ്പുറം നിത്യതയെ നോക്കിക്കണ്ടുകൊണ്ട് പ്രാർത്ഥനയുടെയും ഉപവാസത്തിന്റെയും ജീവിതം വഴി യേശുവിനെ പിൻചെല്ലാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.